പൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. എല്ലാവരും കറുപ്പിട്ട് വന്നതിന്റെ കാരണം എന്താണ്? ഡ്രസ് കോഡ് പൃഥ്വിരാജ് മോഹൻലാൽ പറഞ്ഞ നമ്മുടെ ഡ്രസ് കോഡ് കൊണ്ടുവന്നു. അതാണ് മലയാള സിനിമാ ലോകം തന്നെ കാത്തിരുന്ന ആ വലിയ പടം എമ്പുരാൻ റിലീസായിരിക്കുകയാണ്. ആദ്യ ഷോ, ഫാൻ ഷോ കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കവിത തിയേറ്ററിലാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, ലാലേട്ടനും പൃഥ്വിരാജും അടക്കമുള്ള ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും ഈ സിനിമ കാണാനായി എത്തിയത് ഇവിടെയാണ്. ഇപ്പോൾ ഈ ആരാധകരൊക്കെ തന്നെ ഇവിടുന്ന് സിനിമ കണ്ടിറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. ചേട്ടാ, സിനിമ ഉണ്ടോ? എങ്ങനെയുണ്ട്? സെക്കൻഡാണ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പടം വലിയ വിജയമാവുന്നതിനാണ് കരുതുന്നത്. എന്താണെങ്കിലും എല്ലാവരും കറുപ്പിട്ടുണ്ടോ എന്നതിന്റെ കാരണം? അത് എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ബ്ലാക്ക് ഇടാന്ന് ചോദിച്ചു. ഞാനും കൂട്ടുകാരെല്ലാവരും ബ്ലാക്ക് ഇടുന്നു. അപ്പം എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ട് വലിയ വിജയമാകും തന്നെയാണ് കരുതുന്നത് പടം. പിന്നെ 100%. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഇല്ല, കണ്ടിട്ടില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം പടം വലിയ വിജയമാകും തന്നെ കരുതുന്നു. അങ്ങനെ തന്നെ കരുതണം. അപ്പം മോഹൻലാലൊക്കെ ഈ സിനിമ കാണാൻ വന്നിരുന്നു, അവരെ കാണാൻ പറ്റിയോ? ഇല്ല, മോഹൻലാലെ കാണാനാണ് നേരത്തെ വന്നത്, പക്ഷെ കാണാൻ പറ്റിയില്ലല്ലേ? പൃഥ്വിരാജിനെ കണ്ടുള്ളൂ, പൃഥ്വിരാജിനെ അടുത്തുണ്ട്. വലിയ സന്തോഷത്തിലാണ്. അപ്പം ആരാധകർ കറുപ്പിട്ട് വന്നതിന്റെ കാര്യം എന്താണ്? മോഹൻലാൽ ഫാനാണ്, മോഹൻലാൽ ഫാൻസ് ഒക്കെ. അപ്പോൾ വലിയ ആവേശത്തിലാണ് ഈ ആരാധകരൊക്കെ. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആരാധകർ. ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞ് ഏകദേശം ആളുകളൊക്കെ തന്നെ പോയി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള ആളുകളൊക്കെ വന്നിരിക്കുകയാണ്. പടം കണ്ടോ? പടം കണ്ടില്ല. അടുത്ത് കാണാൻ വേണ്ടി വന്നതാണ്. വലിയ വിജയമാവുന്നു. എങ്ങനെയുണ്ടായിരിക്കും പടം? വിജയിക്കുന്നതിന് തന്നെയല്ലേ കരുതുന്നത്? പൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. എല്ലാവരും കറുപ്പിട്ട് വന്നതിന്റെ കാരണം എന്താണ്? ഡ്രസ് കോഡ് പൃഥ്വിരാജ് മോഹൻലാൽ പറഞ്ഞ നമ്മുടെ ഡ്രസ് കോഡ് കൊണ്ടുവന്നു. അതാണ് ഈ ലാലേട്ടൻ ആരാധകർ വലിയ ഡ്രസ് കോഡൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. കറുത്ത ഡ്രസ് ഇട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളും കറുത്ത ഡ്രസ്സാണ് വിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ആരാധകർ. നമ്മൾ ഈ പടം വലിയ വിജയമാകണമെന്ന് ഈ മലയാള സിനിമാ ലോകം തന്നെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രി അത് ഒരുപാട് തകർച്ചകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സമയത്ത് ഇത് വലിയ വിജയമാകണമെന്ന് തന്നെയാണ് ഈ ആരാധകർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരും എല്ലാവരും ഒക്കെ തന്നെ കരുതുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സംഗീത സംവിധായകൻ ദീപക് ദേവ് ഉണ്ട് ഇവിടെ. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട പടമാണല്ലോ. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്? അതേക്കുറിച്ചാണ് ഇപ്പോൾ പല ചർച്ചകൾ നടക്കുന്നത്. മേക്കിംഗ് നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ പറയേണ്ടതല്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. മികച്ച മേക്കിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഡെഫിനറ്റ്ലി. അത് നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അതെയോ? താങ്ക് യു സോ മച്ച്. ഭയം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കുള്ള ഫ്രീഡം കിട്ടിയല്ലോ. സാധാരണ ഫ്രീഡം കിട്ടാതെ ഒരാൾ കൈകെട്ടി വെച്ച് ഇതുപോലെ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാവും. ഇതെന്നെ ഞാനായിട്ട് തന്നെ ഇറക്കി വിട്ടു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ആ എടുത്ത ഡിസിഷൻ ഇവിടെ സക്സസ്ഫുള്ളായി കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മറ്റ് പടങ്ങളൊക്കെ മാറ്റി വെച്ചാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി വർഷങ്ങളോടെ ഇങ്ങനെ കാത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. മൂന്നാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് ഉണ്ടാവും, തീർച്ചയായിട്ടും. കേൾക്കുമ്പോൾ സന്തോഷം. ഇത് വലിയ ആവേശത്തിലാണ് ആരാധകർ. ഒപ്പം തന്നെ സിനിമയുടെ അണിയർ പ്രവർത്തകരൊക്കെ. ഇപ്പോൾ സിനിമയുടെ സംഗീത സംവിധായകനായ ദീപക് ദേവാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ സന്തോഷത്തിലും ആവേശത്തിലുമൊക്കെയാണ് ഇവർ ഉള്ളത്. പ്രത്യേകിച്ച് സിനിമ വലിയ വിജയമാണെന്ന് ഇറങ്ങി വന്ന ആരും തന്നെ ഒരു നെഗറ്റീവ് അഭിപ്രായം പോലും പറഞ്ഞില്ല എന്നത് സിനിമയെ സംബന്ധിച്ച് വലിയ നമ്മുടെ വെബിലെ അഭിനവ് നമ്മളോടൊപ്പം ഉണ്ട്. അഭിനവേ, ഈ ആരാധകരൊക്കെ ഇറങ്ങി വന്നത് വലിയ സന്തോഷത്തിലാണ്. ഒരാൾ പോലും ഒരു നെഗറ്റീവ് പോലും പറഞ്ഞില്ല. അപ്പം പടം വലിയ വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? എല്ലാവരും ഭയങ്കര പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. ഇനി പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. മൊത്തത്തിൽ ഒരു ഓളുണ്ട്. എല്ലാവരും ആ ടിക്കറ്റ് എടുത്തത് വെർത്തായി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. എനിക്ക് മനസ്സിലാവാത്തത്, ഞാനിത് അറിഞ്ഞുകൊണ്ട് കറുപ്പിട്ട് വന്ന ഒരാളല്ല, പക്ഷേ ആരാധകരൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ട് വന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഡ്രസ് കോഡ് ഇട്ട് വരാൻ ഈ ലാലേട്ടൻ്റെ ആരാധക ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വല്ലതും? അതൊരു ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരു ഡീറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വരണമെന്ന്. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. പൃഥ്വിരാജും അതിനോട് റീട്വീറ്റ് ചെയ്യുന്നു. അതേപോലെ എല്ലാവരും കറുപ്പണിഞ്ഞാണ് വരുന്നത് ഇവിടെ. അത് എല്ലാവരും ഏറ്റെടുത്തു. മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ്. നമ്മളിപ്പോൾ രാവിലെ 6 മണിക്ക് ഇവിടെ വരുമ്പോൾ തൊട്ട് ഇവിടെ വൻ ഉത്സവ പ്രതീതിയിലാണ് കാണുന്നത്. അത്
ആ സിനിമ വൻ വിജയത്തോടെ അത് നേടിക്കൊടുത്തു എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ സിനിമകളെയൊക്കെ വളരെ കൃത്യമായി നിരൂപണം ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ടീമിലെ അഭിനവാണ് നമ്മളോട് സിനിമ വലിയ വിജയമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആരാധകർ ഒരാൾ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞില്ല എന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും നമ്മളെ വ്യക്തിപരമായി സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇത് റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഈ പടം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വലിയ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ആഘോഷത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ആദ്യ ദിന കളക്ഷനിൽ തന്നെ വലിയ റെക്കോർഡുകൾ ഇട്ടുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡിൽ ലിയോയെ, കേരളത്തിൽ മാത്രം ലിയോയുടെ റെക്കോർഡൊക്കെ തകർത്തുവെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഇത് ഒരു വേൾഡ് വൈഡ് കളക്ഷനൊക്കെ എടുക്കുമ്പോൾ ഇത് അവസാനിക്കുമ്പോഴേക്കും ഒരു പക്ഷേ മഞ്ഞുമൽ ബോയ്സിനുമൊക്കെ അപ്പുറം വലിയൊരു ചരിത്ര വിജയമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ കേരളം ആകെ എമ്പുരാൻ തരംഗത്തിലാണെന്ന് തന്നെയാണ് പറയേണ്ടത്.